2027 സെൻസസ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കും സ്വയം കണക്കെടുക്കാനായിട്ടുള്ള ഇപ്പം ഒരു അവസരമുണ്ട്. അതിലേക്ക് സെൽഫ് എന്യൂമറേഷൻ ഒരു ഫോം ഉണ്ട്. അതിൽ നമ്മൾ ഓൺലൈനായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെ ചെയ്യാമെന്ന കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് സെൻസസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. se.census.gov.in സൈറ്റ് സന്ദർശിക്കുക. ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമുക്ക് മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP നമുക്ക് വരും. ആ OTP അനുസരിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ സംസ്ഥാനം, ജില്ല കൂടാതെ തദ്ദേശ സ്വയം മുനിസിപ്പാലിറ്റിയാണ്, കോർപ്പറേഷനാണ്, പഞ്ചായത്താണോ വിവരങ്ങൾ കൂടി നൽകുക. അതിനുശേഷം നമ്മൾ ഡിജിറ്റൽ മാപ്പിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ, സ്ഥലം അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും. അത് നമുക്ക് സെർച്ച് ചെയ്തേക്കാൻ പറ്റും. അതിനുശേഷം വീടിനെയും കുടുംബത്തെയും കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളവിടെ സമർപ്പിക്കുക. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ സമർപ്പിച്ച ശേഷം നമുക്ക് പൂർണ്ണമായിട്ടും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു SC ID ലഭിക്കുന്നതായിരിക്കും. സെൻസസിൻ്റെ ഒരു സെൽഫ് എന്യൂമറേഷൻ്റെ ഒരു ID ലഭിക്കുന്നതായിരിക്കും. അത് നമ്മൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് എന്യൂമറേറ്റർ നേരിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ SC ID കൊടുത്താൽ മതിയാകും. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് അവർ വെരിഫൈ ചെയ്തോളും എന്ന കാര്യം മനസ്സിലാക്കുക. അങ്ങനെ അത് എന്യൂമറേറ്റർ വരുന്ന ജൂലൈ 1 മുതൽ 30 എന്യൂമറേറ്റർ വീട്ടിലേക്ക് വരിക. ടീച്ചേഴ്സൊക്കെ ആയിരിക്കും അതിനകത്ത് സെൻസസിൻ്റെ എന്യൂമറേറ്റർ വരിക. അതിന് മുമ്പ് നമുക്ക് സ്വയം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവസരം ലഭിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. നമ്മുടെ കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് നൽകുവാനായിട്ട് കഴിയും. വേഗത്തിൽ നമുക്ക് ഡാറ്റ ഒക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് ഓർമ്മിക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ഇനി നമുക്ക് സ്വയം ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്യൂമേറ്റർ ജൂലൈ 1 മുതൽ 30 എന്നുള്ള തീയതിക്ക് ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി സെൻസസ് നടപടികൾ പൂർത്തിയാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആർക്കും സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു സഹായമാണെന്ന് മാത്രം മനസ്സിലാക്കുക. എന്യൂമേറ്റർക്ക് എളുപ്പമായിരിക്കും, അത്ര സമയം അവർക്ക് ലാഭിക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ ഈ കൊടുക്കുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതവും അതേപോലെ തീർത്തും രഹസ്യവും ആയിരിക്കുന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇത് സ്വയം ചെയ്തു നോക്കുക. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ള അധികം സമയമല്ല. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ID നമ്മൾ സൂക്ഷിച്ചു വെക്കണം. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. താങ്ക് യു.